അപ്പൊ നിസ്സംഗനും നിർവൈരനുമായി അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അങ്ങയെ യുദ്ധത്തിൽ ക്ഷത്രിയന്മാർ വധിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞാലോ. അങ്ങയുടെ ആ പാസ്വേഡ് ഒന്ന് പറയൂ, ഞാൻ അതിലേക്കൊന്ന് കയറട്ടെ എന്ന് പറയും. അപ്പം ദ്രോണൻ പറഞ്ഞു, നിനക്കെന്നല്ല ആർക്കും അതിന് സാധ്യമല്ല കുട്ടി. യുധിഷ്ഠിരൻ കഷ്ടപ്പെടുക. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കണു. അവസാനം ദ്രോണൻ പറയുന്നു, ഇതൊക്കെ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, അല്ലെങ്കിൽ നാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഇതിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ യുധിഷ്ഠിരൻ വീണ്ടും ആവശ്യപ്പെടുന്ന സമയത്ത് ദ്രോണൻ യുധിഷ്ഠിരനോട് പറയുന്നു, എനിക്ക് അഹിതമായത് ധർമ്മിഷ്ഠനിൽ നിന്ന്, സത്യവാക്കോതുന്നവനിൽ നിന്ന് എനിക്ക് ഹിതകരമല്ലാത്തത് എന്തെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ആ നിമിഷം ഞാൻ യുദ്ധം മതിയാക്കും, നിനക്ക് ജയം ഭവിക്കട്ടെ. അപ്പൊ എനിക്ക് ഹിതകരമല്ലാത്തത് ഞാൻ കേൾക്കുന്ന സമയം ഞാൻ യുദ്ധം മതിയാക്കും, നിനക്ക് ജയം ഭവിക്കട്ടെ. നമ്മൾ കൃഷ്ണന്റെ പേരിൽ ചാർത്തിയിട്ടുള്ള വലിയൊരു ചാർത്തുണ്ട്. എന്താണെന്നറിയോ? വളരെ ഡീസന്റ് ഉസ്മാനായിട്ടുള്ള യുധിഷ്ഠിരൻ, വളരെ നല്ല ആളാണ്. ആ യുധിഷ്ഠിരനെ കൊണ്ട്, ഡീസന്റ് ഉസ്മാൻ എന്നുള്ള ഒരു കോഴിക്കോടൻ പ്രയോഗമാണ് കേട്ടോ, വളരെ നല്ല ആള് എന്ന്. അതായത് വളരെ നല്ല മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ആ യുധിഷ്ഠിരനെ കൊണ്ട് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറയിപ്പിച്ചു കള്ളകൃഷ്ണൻ. എന്നിട്ട് അർജുനോട് പറഞ്ഞു, കൊടുക്കടാ എന്ന്. കൊടുക്കടാ എന്നല്ല, അർജുന അടിച്ചോ, ഇതാ ഇപ്പം നല്ല സമയമാണ്. അശ്വത്ഥാമ ഹത, അശ്വത്ഥാമാവ് മരിച്ചു. കുഞ്ചര എന്നുള്ളത് ആനയാണ്. അങ്ങനെ ഒരു ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന പേര് നൽകി. ആ ആനയെ ഗദ കൊണ്ട് ഭീമനെ കൊണ്ട് അടിച്ചു കൊല്ലിപ്പിച്ചു. ഇത് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറയുമ്പം വിളിച്ചോ ശംഖ് എന്ന് പറഞ്ഞു. കുഞ്ചര എന്നുള്ളത് ശംഖ് മുഴക്കത്തിൽ കേൾക്കാതെ പോയി എന്ന് പറയാം. അങ്ങനെ യുധിഷ്ഠിരനാണല്ലോ ഇത് പറഞ്ഞത്, ധർമ്മപുത്രനാണല്ലോ ഇത് പറഞ്ഞത്. എന്തുകൊണ്ടും എൻ്റെ പുത്രൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ പുത്ര ദുഃഖമേറ്റ ദ്രോണനെ ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ വകവരുത്തിക്കോളാൻ. അങ്ങനെ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഓരോരുത്തരെയും കള്ളത്തരത്തിലൂടെ, ചതിയിലൂടെ, കൊടും വഞ്ചനയിലൂടെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നില്ലേ പാണ്ഡവന്മാർക്ക് വേണ്ടി എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ആ കൃഷ്ണനെയൊക്കെയാണല്ലോ നിങ്ങളിങ്ങനെ പൂജിക്കുന്നത്. പിന്നെ കൃഷ്ണൻ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മളും വിചാരിച്ച് സമാധാനിക്കുന്നത്. നമ്മൾ അധികം ഒന്നും അങ്ങനെ അന്വേഷിക്കാറില്ല. അതൊന്നും ഇപ്പം നമുക്ക് അതൊന്നും അന്വേഷിക്കാൻ താല്പര്യമില്ല. നമുക്ക് അന്വേഷിക്കാൻ വേറെ എന്തൊക്കെ വിഷയങ്ങൾ ഇരിക്കണു അല്ലേ? അതിലാണല്ലോ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കുന്നത്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല എന്ന് പറയും. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ദ്രോണനിൽ നിന്ന് യുധിഷ്ഠിരൻ നേരിട്ടറിയുന്ന ഒരു രഹസ്യമാണ് ഇത്. ഏത്? തനിക്ക് ഹിതകരമല്ലാത്തത് കേൾക്കുന്ന പക്ഷം താൻ യുദ്ധം മതിയാക്കും എന്നുള്ളത്. ഇത് ദ്രോണൻ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുത്തതാ. പിന്നെ കൃഷ്ണൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞിട്ടുള്ളത് യുധിഷ്ഠിരനോടാ. പിന്നീട് യുധിഷ്ഠിരൻ വീണ്ടും ശരി എന്ന് പറഞ്ഞ് കൃപരെയും ശല്യരെയും മറ്റു മഹാരഥന്മാരെയൊക്കെ ഇതുപോലെ സമീപിച്ച് അവരിൽ നിന്ന് നേരിട്ട് അനുഗ്രഹങ്ങൾ മേടിച്ച് ഇവരോടൊക്കെ ചോദിക്കുക എങ്ങനെയാ കൊല്ലേണ്ടത്. ഇവരൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ ഭഗവാൻ കൃഷ്ണൻ നേരെ പോകുന്നത് ഒറ്റയ്ക്ക് കർണന്റെ അടുത്തേക്കാണ്. കർണനോട് ചോദിച്ചു ഭഗവാൻ, കർണ, ഞാൻ കേട്ടു നീ ഭീഷ്മർക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല എന്ന്. ഭീഷ്മരെ നീ എന്തോ ഭീഷ്മരുമായി, അതായത് ഭീഷ്മരുമായിട്ട് ഭീഷ്മർക്ക് വേണ്ടി നീ കൗരവന്മാർക്ക്, അതായത് ഭീഷ്മരോടൊത്ത് കൗരവന്മാർക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യില്ല എന്ന് ഞാൻ കേട്ടു. ശരിയാണോ? അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് പാണ്ഡവന്മാരോടൊപ്പം ഞങ്ങളോടൊപ്പം വന്ന് ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്തൂടെ എന്ന്. അപ്പോ കർണൻ പറഞ്ഞു, കൗന്ദേയ, അല്ലയോ കൃഷ്ണ. കൗന്ദേയനല്ല, കർണൻ വിളിക്കുന്നത് മറ്റൊരു പേരാണ്, വാർഷ്ണേയ.
ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഇവരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ ചോദിക്കുക, എന്നാ ഭീഷ്മർ മരിച്ചിട്ട് വന്നൂടെ, പതനത്തിന് ശേഷം വന്നൂടെ? ഇല്ല, ഞാൻ കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആയപ്പോൾ ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തിരിഞ്ഞ് നടക്കുന്നു എന്നാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ഈ ഒരു കൃഷ്ണൻ്റെ ഈ ഒരു സ്വാധീനം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കൃഷ്ണൻ ഇതാണ് ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ് രാഷ്ട്രീയം, അല്ലാതെ ഇപ്പം കാണുന്നതൊന്നുമല്ല രാഷ്ട്രീയം. ഈ ഒരു സ്വാധീനം യുധിഷ്ഠിരന് ഉണ്ടായിരുന്ന. അപ്പം യുധിഷ്ഠിരൻ നമ്മൾ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു യുധിഷ്ഠിരൻ്റെ ഒരു സന്ദർഭമാണത് മഹാഭാരതത്തിലെ. യുധിഷ്ഠിരൻ അവിടെ പോയി നിന്ന് എല്ലാവരെയായിട്ട്, കാരണം വലിയൊരു സൈന്യം, അതിലെ യോദ്ധാക്കൾ, അതിൽ പങ്കെടുത്തിട്ടുള്ളവരൊക്കെ അവിടെയുണ്ട്. അവരെ എല്ലാവരെയായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യണം, സംബോധന ചെയ്യുന്നു. ഹേ കൗരവ്യരെ എന്ന്. കൗരവ്യൻ എന്ന് പറഞ്ഞാൽ 101 പേർക്കുള്ള പേരാ, വേറെ ആരും പെടില്ല. അപ്പം ആ വലിയൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൽ ഈ 101 പേരോട് മാത്രമായി യുധിഷ്ഠിരൻ സംസാരിക്കുകയാണ്. ഹേ കൗരവ്യരെ, നിങ്ങളിൽ ആരെങ്കിലും, ഈ കൂട്ടത്തിൽ നിങ്ങളിൽ ആരെങ്കിലും കൗരവന്മാർക്കെതിരായി ഞങ്ങളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നോക്കണം, ഇവരുടെ മുന്നിൽ പോയി നിന്നിട്ട് പറയുക. ഇതെങ്ങനെ ഉണ്ടാവും? ഈ ലോകസഭയിലൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട്, പക്ഷെ പരസ്യമായിട്ടില്ല. അതിൻ്റെ ചില ചെറിയ മരുന്നിടും. മന്ത്രി കസേര തരാം, അത് തരാം, ഇത് തരാം. ഈ തൂക്ക് മന്ത്രിസഭയാവുമ്പം ആരെയാ കിട്ടുക പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ യുധിഷ്ഠിരൻ്റെ ഒരു രാഷ്ട്രീയ നാടകം. അല്ലയോ കൗരവ്യരെ, ആരാണ് ഞങ്ങളോടൊപ്പം നിന്ന് കൗരവന്മാർക്കെതിരായി യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു എന്ന്. ഇവരൊക്കെ അത്ഭുതപ്പെട്ടു. ആരാ ഇതിലിപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടോ ഈ കൂട്ടത്തിൽ? അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ആരാ ഇങ്ങനെയൊക്കെ വിളിക്കാൻ? ശരിക്കും ഇതൊക്കെ സംഭവിക്കാത്തതാണ്. ബാഹ്യമായ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ ഇങ്ങനെയൊരു സംഭവം നടക്കില്ല. ഒരാൾ കൈപൊക്കിയിട്ട് പറഞ്ഞു, സർ ഞാൻ റെഡിയാണ്. ആര്? ഈ കുരുവംശത്തിലുള്ള ഒരാൾ പറഞ്ഞു. അപ്പം യുധിഷ്ഠിരൻ നോക്കി, ആരാണത്? യുധിഷ്ഠിരൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്. ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് യുധിഷ്ഠിരൻ ഈ ഒരു ഇൻവിറ്റേഷൻ അയച്ചത് അങ്ങോട്ട്. നോക്കുമ്പോൾ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിക്കുന്നു. ഹേ യുയുത്സോ, നിന്നെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല യുയുത്സോ, നീ എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും ഉചിതമാണ്. കാരണം ഈ 100 പേർക്ക് മരണാനന്തര കർമ്മം ചെയ്യാൻ ഇതിൽ ഒരാൾ അവശേഷിക്കുക എന്നത് എന്തുകൊണ്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. നോക്കണം യുധിഷ്ഠിരൻ എത്രത്തോളം പറഞ്ഞു എന്ന്. എന്നിട്ടും യുധിഷ്ഠിരൻ നിരായുധനായിട്ടാണ് അവിടെ നിന്ന് ഇത് പറയുന്നത്. കൗരവന്മാര്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൗരവന്മാര് അവർ കൊള്ളരുതാത്തവരെന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ശരിക്ക് പറഞ്ഞ അപ്പം ശരിയാക്കാലോ ഇവരെ 5 പേരെയും. നിരായുധരായിട്ട് നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിയാസം പറയുന്നു. ഇവിടെ വന്നിട്ട് എന്നും പറഞ്ഞ് 2 ഇടി കൊടുത്ത് തീർക്കാം ഇവരെയൊക്കെ. യുധിഷ്ഠിരൻ പറഞ്ഞ് ഈ യുയുത്സുവിനെ ആ പക്ഷത്തിൽ നിന്ന്, യുയുത്സു എന്ന് പറഞ്ഞാൽ യോദ്ധും ഇച്ചു. ധൃതരാഷ്ട്രന് വൈശ്യ സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് യുയുത്സു. യുയുത്സു എന്ന നാമം തന്നെ യോദ്ധും ഇച്ചു, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, സദാ ആഗ്രഹിക്കുന്നവൻ. അങ്ങനെ യുദ്ധം ചെയ്യാൻ സദാ ആഗ്രഹിച്ചു നിൽക്കുന്ന പ്രതീകാത്മകമായ യുയുത്സുവിനെ ആ കൗരവപക്ഷത്തിൽ നിന്ന് യുധിഷ്ഠിരൻ തങ്ങളുടെ പക്ഷത്തിലേക്ക്, മറുപക്ഷത്തിലേക്ക് ഇട്ടുകൊണ്ട് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു. ഗംഭീര യുദ്ധമാണിത്. ഇപ്പൊ വാസ്തവത്തിൽ ഈ വ്യാസരാകുന്ന ആ മഹാപ്രതിഭ, നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ എന്ന് ലക്ഷ്മീധര കവി പറഞ്ഞിട്ടുള്ള വ്യാസന്റെ വിശാല ബുദ്ധി ഏത് യുദ്ധ ഭൂമിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്?
തികച്ചും ആന്തരികമായ ഒരു കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വ്യാസൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എങ്ങനെയാണ് ബാഹ്യമായ യുദ്ധത്തെ ജയിക്കേണ്ടത്? എങ്ങനെയാണ്? നോക്കൂ, ഈ സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല വിധ്വംസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു വലിയ ഒരു ഇരയായി ഇന്ത്യ എന്ന് പറയാം, ഭാരതം. സമീപകാലത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന കഴിഞ്ഞ ഒരു 9 വർഷത്തോളമായിട്ട്, ഓരോന്ന് എടുത്ത് എണ്ണിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ടെററിസ്റ്റുകൾ വലിയ വലിയ വിധ്വംസ പ്രവർത്തനങ്ങളാണ് ഭാരതത്തിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ശ്രദ്ധയെ നമ്മൾ ഒരു വഴിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് നമുക്കറിയാം, സമീപകാലത്ത് ഈ ഭഗവത്ഗീതയുടെ പ്രസക്തിയിലേക്കാണ് വരുന്നത്. സമീപകാലത്ത് കേരളത്തിലും പല ഇത്തരത്തിലുള്ള സംഘടനകളെ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത്തരം വിധ്വംസ പ്രവർത്തനങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുകയും ചെയ്യുന്ന ചില സംഘടനകളെ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അത് കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നിരോധിക്കുന്ന ഒരു ഏർപ്പാട് ഇങ്ങനെ കാണാം. നമുക്ക് പത്രത്തിൽ വായിക്കാറുണ്ട്. നമ്മൾ നിരോധിക്കുന്നു, ആ സംഘടനയെ നിരോധിച്ചു, ഈ സംഘടനയെ നിരോധിച്ചു. വാസ്തവത്തിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പം നമുക്കറിയാം, നമ്മൾ കാണുന്നു ഈ സംഘടനയെ നിരോധിച്ചു, അടുത്ത ആഴ്ച കാണാം വേറൊരു സംഘടന, പുതിയൊരു പേര്, പിന്നെ കാണാം അതിനെ നിരോധിച്ചു, പിന്നെയും കാണുന്നു വേറൊരു പേര്. അപ്പൊ വാസ്തവത്തിൽ എന്താണ് നടക്കുന്നത്? ഈ നാമങ്ങളാണോ ഈ കുഴപ്പമുണ്ടാക്കുന്നത്? ഈ പേരുള്ള സംഘടനയുടെ ഒരു ടൈറ്റിലാണോ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്? ഒരിക്കലുമല്ല. ആ ഒരു യുദ്ധഭൂമിയുണ്ട്. ബാഹ്യലോകത്തെ സംഘർഷ ഭൂമിയാക്കുന്ന ഈ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്ന ഒരു കുരുക്ഷേത്ര ഭൂമി. ആ ഭൂമിയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വളരെ വളരെ ആലോചിക്കേണ്ടുന്ന ഒന്നാണ് ഇന്ന് ഈ കാലത്ത്. അതുകൊണ്ട് യൂറോപ്പിലും മറ്റും അവരേറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടിയെ അച്ഛൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അടിച്ചു, അതൊരു പരാതിയായാൽ അത് പരാതിയാവും അവിടെ. കാരണം കുട്ടികളെ അടിക്കാനൊന്നും അവിടെ ആർക്കും അധികാരവും അവകാശമൊന്നുമില്ലല്ലോ. നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് തലങ്ങും വിലങ്ങൂട്ട് പൂശി കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മളെ പോലീസ് പിടിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു വരുന്നത്, ഒരച്ഛൻ തന്നെ ഒരു മകനെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ അമ്മ കുട്ടിയെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുട്ടിയെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ ശരീരത്തിൽ അടിക്കുക, വഴക്ക് പറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് ചെയ്യുന്ന ഒരു പരിപാടി ഈ അച്ഛനെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നു. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. കാരണം നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇന്ന കൗൺസിലറുടെ കീഴിൽ നിങ്ങൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട്. ആ മാനസികമായ പിരിമുറുക്കമാണ് നിങ്ങൾ ഈ കുട്ടിയോട് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ആ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ കുട്ടിയോടുള്ള ആ സമയത്തുണ്ടാകാനുള്ള വിദ്വേഷത്തിൻ്റെ അതിൻ്റെ കാരണത്തെ കണ്ടെത്തി അതിനെ ശമിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ആ രാജ്യങ്ങളിൽ വളരെ ശക്തമായി ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ, ഭഗവത്ഗീത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഫിലോസഫിയുടെ ഏറ്റവും വലിയ ഒരു സ്വാധീനം ഇന്ന് യൂറോപ്യൻ മണ്ണിൽ ഈ തരത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? ഇത്രയും മഹത്തായ ആന്തരിക സംഘർഷത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദർശനം, ഇത് പഠിക്കുന്നതോടുകൂടി ഇതിൻ്റെ പഠനമാണ് നമുക്ക് ആവശ്യം ഇന്ന്. ഇതിൻ്റെ പഠനം അല്ലാതെ നമ്മൾ എങ്ങനെയൊക്കെ സെക്യൂരിറ്റി ഉണ്ടാക്കിയാലും അതൊക്കെ ഒരു പരിധി വരെ പറ്റുമായിരിക്കും. പക്ഷേ സ്വയം മരിക്കാൻ തയ്യാറാകുന്ന ചാവേറുകളെ സൃഷ്ടിക്കുന്ന ഒരു ഭൂമിയുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഈ പത്രങ്ങളും അവരിവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മളതിന് പറഞ്ഞിട്ടുള്ള ഉത്തരം, ഇവിടുത്തെ മതപഠനങ്ങളെല്ലാം ഇവിടുത്തെ ഇൻ്റലിജൻസ് വൃത്തങ്ങളുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലായിരിക്കണം.
എന്തെങ്കിലും വിദ്വേഷത്തെ ഉണ്ടാക്കുന്ന വാക്കോ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അവരെയൊക്കെ നിയമപരമായി അതിനെ അവർക്കുള്ള ക്ലാസ് വേറെ കൊടുക്കണം, ഇവന്മാർക്കുള്ളത്. അതാണ് ഇവിടെ സമൂലം നമുക്ക് നുള്ളേണ്ടി ഒന്ന് എന്ന് പറയാം. കാരണം ഇങ്ങനെയുള്ള ആളുകളെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്, ഏറ്റവും അപകടം എന്ന് പറയുക. അതിനെ നമുക്ക് നിരാകരിച്ചുകൊണ്ട്, അതിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെ സെക്യൂരിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പോപ്പുലേഷനാണ്. അതുകൊണ്ട് 10 പേര്, അതുകൊണ്ടല്ലേ ഈ ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയം. ആ സ്വയം നശിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഓതിക്കൊടുക്കുന്ന അജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങളായിട്ടുള്ള ചില വാക്കുകൾ, നിങ്ങൾക്ക് സ്വർഗം വെച്ചിട്ടുണ്ട് അവിടെ ഇത് ചെയ്താൽ എന്ന് പറയുന്ന വിഡ്ഢികളുടെ ചില വചനങ്ങൾ, ഇതൊക്കെ നാം ഈ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. ഒരു മതവും അക്രമത്തെ ജനിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു മതം. അത് ഇസ്ലാമായാലും ക്രിസ്തീയമായാലും ബൗദ്ധമായാലും മറ്റുള്ളതൊക്കെ ഇതൊരു ദർശനമാണ്. ഇതൊരിക്കലും മതത്തിൻ്റെ ഗണത്തിൽ പെടുത്താനേ സാധ്യമല്ല. കാരണം മതങ്ങളൊക്കെ ആവിർഭവിക്കുന്നതിന് മുൻപ് ഇത് ആവിർഭവിച്ചിട്ടുള്ള ഒന്നാണ്. മുഴുവൻ മതങ്ങളുടെയും മാതൃസ്ഥാനം അലങ്കരിക്കുന്ന, മുഴുവൻ മതങ്ങളും കടപ്പെട്ടിരിക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ വക്താവെന്ന നിലയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് 1893 സെപ്റ്റംബർ 11 വിവേകാനന്ദ സ്വാമികൾ വളരെ ചങ്കൂറ്റത്തോടു കൂടിയിട്ട് അങ്ങനെ ഉയർന്ന് നെഞ്ചു വിരിച്ച് സ്വാമിജി അമേരിക്കയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് അതിൽ പങ്കെടുക്കാത്ത മതങ്ങളൊന്നുമില്ലായിരുന്നു. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് ഇന്ന് ലോക നേതാക്കന്മാർ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. റിലീജിയൻ എന്നത് ഇന്ന് സമൂഹത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെയും നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്കെന്തിനാണ് മതം? ലോകത്തിന് ഉന്നമനത്തിന് ഉതകുന്നതല്ല മതങ്ങളെങ്കിൽ നമുക്കതിനെ നിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് സമീപകാലത്തെ സംഭവങ്ങൾ ലോക നേതാക്കന്മാരെ കുറിച്ച് ചിന്തിപ്പിച്ചു തുടങ്ങി. എങ്ങനെ നമ്മൾ എന്തിനാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്? നമുക്ക് വിനിമയം ചെയ്യാൻ ഒരു കറൻസി മതി എന്ന് കണ്ടെത്തിയ യൂറോപ്പിൽ യൂറോ നിലവിൽ വന്നതുപോലെ സാർക്ക് ഉച്ചകോടിയിൽ സാർക്ക് രാജ്യങ്ങൾക്ക് സാർക്ക് കറൻസിയെ കുറിച്ച് പല വട്ടങ്ങളിലായിട്ട് ചർച്ച നടക്കുന്നു. സാർക്ക് കറൻസി നിലവിൽ വരാം. അപ്പൊ അകലങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ജാതി, ഏതാണ് മതം, ഏതാണ് ദൈവം? സർവർക്കും സ്വീകാര്യമായ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് പ്രകൃതിയാണ് ഈശ്വരനെന്ന് ഇന്ന് ഇവിടെ നോക്കൂ. ഇവിടെ നാട്ടിൽ നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ ഒക്ടോബർ മാസം മുതൽ കേരളത്തിൽ നദികളിൽ യാത്ര ചെയ്യാം. നദീതീരങ്ങളിൽ നദിയുടെ സമീപത്തൊക്കെ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ നദികളും സന്ദർശിച്ചു കഴിഞ്ഞു എന്ന് പറയാം. വളരെ വളരെ ദയനീയമാണ് നമ്മുടെ അവസ്ഥ. അവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന മാലിന്യത്തിൻ്റെയൊക്കെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ കൊല്ലത്ത് പോയിട്ട് നമ്മൾ കണ്ടപ്പോൾ ആ അഷ്ടമുടിക്കായലിലേക്ക് കോർപ്പറേഷൻ തള്ളിയിരിക്കുന്ന മാലിന്യം, എൻ്റെ ഈശ്വര, വേറെ കേരളത്തിൽ ഇത്രയും മലിനമാക്കപ്പെട്ടിട്ടുള്ള ഒരു കായൽ വേറെ ഇല്ല. ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവും തോന്നില്ല. ഈ ഭൂമണ്ഡലത്തിൽ അതിൻ്റെ ആ പരിസരത്ത് ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മുടെ ഈ അനസ്തേഷ്യൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ പറഞ്ഞ മിക്ക സ്ഥലങ്ങളിൽ നിന്നുമാണ് കുടിവെള്ളത്തിന് വെള്ളം പമ്പ് ചെയ്യുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരത്ത് ഈ ഗംഭീര ഭാഗത്തൊക്കെ ഉള്ളത് നല്ല രസമാണ് കാണാൻ. മുനിസിപ്പാലിറ്റി അറവുശാല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പുഴയുടെ നേരെ മുകളിൽ, തേജസ്വിനി പുഴയുടെ നേരെ മുകളിലാണ് കാല് കെട്ടിയിട്ട് അറവുശാല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റി, അതായത് പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയൊക്കെ തലയ്ക്കകത്തുണ്ടല്ലോ
അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയൊക്കെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇവിടെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാമി പറയുന്നതിന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പോലീസൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഏതെങ്കിലും 2 പേര്, ഒരാണും ഒരു പെണ്ണും വളരെ സ്നേഹിക്കുന്നവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പം അവർ തമ്മിൽ നിയമപരമായിട്ട് വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവരെ വല്ല ലോഡ്ജിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാലാണ് അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈ വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും എന്താ പറയുക, ദഹിക്കാത്ത വൃത്തികെട്ട മാലിന്യങ്ങളെ ഈ കുടിവെള്ളത്തിലേക്ക്, ഈ പുഴയിലേക്ക് ഒഴുക്കുന്നതൊന്നും ഇവിടെ ഒരു കുറ്റമേ അല്ല. പ്രകൃതിയാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കാത്ത മതങ്ങളൊക്കെ അതിൻ്റെ സ്വന്തം ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ. നിങ്ങൾ ഏത് ഈശ്വരനെ കുറിച്ചാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്? ഇവിടെ ഒരു ജനത അവശേഷിക്കണ്ടേ അത് കേൾക്കാൻ? ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റുമെന്ന് പണ്ടുള്ള കാരണവന്മാർ ചോദിക്കാറുണ്ട്. അത്രയും സമൂലം വിഷത്തിൻ്റെ, അത്രയും വൃത്തികേടിൻ്റെ ഭണ്ഡാകാരങ്ങളായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നദികൾ. അവിടെയാണ് ഭാഗവതത്തിലെ കൃഷ്ണന്റെ കാളിയ മർദ്ദനം വളരെ അന്വർത്ഥമായിട്ടും കാലിക പ്രസക്തിയുള്ളതായിട്ട് നിലകൊള്ളുന്നത്. കാളിന്തിയെ വിഷലിപ്തമാക്കിയ, മലീമസമാക്കിയ, ആ ചുറ്റുപാടിനെ മുഴുവൻ നശിപ്പിച്ച കാളിയന്റെ പണത്തിലേക്ക് എടുത്തു ചാടിയ ഭഗവാൻ, കാളിയൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇന്ന് ഫാക്ടറികളിൽ ചോദിക്കുന്നതാണ്. ഈ മാലിന്യത്തെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഫാക്ടറികളുടെ ചോദ്യമാണ് കാളിയൻ മുഴുവൻ ഇവരുടെയൊക്കെ വക്കാലത്ത് എടുത്തുകൊണ്ട് 5000 ചില്ലാനും വർഷങ്ങൾക്ക് മുൻപ് ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാൻ എവിടെ പോവും, ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്കുമില്ലേ ഭാര്യയും കുട്ടികളും എന്നൊക്കെ. അവനെ സമൂലം നശിപ്പിക്കുന്നില്ല കൃഷ്ണൻ, മറിച്ച് അവനെ മാറ്റിപ്പാർപ്പിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ കാളിയനാകുന്ന പ്ലാസ്റ്റിക്കിനെ മാറ്റിപ്പാർപ്പിക്കാൻ എന്താണ് വഴി? ഇത് നമ്മൾ വളരെ സമൂലം ഇല്ലാതെയാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. സമൂലം ഇല്ലാതെയാക്കണം എന്ന് ചിന്തിക്കുന്നത് തന്നെ വെറുതെയാണ്.